സർ, വഖഫ് നിയമം പാസ്സായതിന് പിന്നാലെ പശ്ചിമ ബംഗാളിൽ കലാപം പുറപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം കലാപത്തിൻ്റെ ആക്രമണങ്ങളെല്ലാം തുടങ്ങുന്നു. 400-ലധികം ആൾക്കാർ അഭയാർത്ഥി ക്യാമ്പുകളിൽ BSFിൻ്റെ സഹായത്തോടു കൂടി എത്തുന്നു. BSFും പോലീസും സഹായിച്ചിട്ടാണ്. BSF ആണ് പ്രധാനമായിട്ട് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും അതുപോലുള്ള സേനയുടെയൊക്കെ സഹായത്തോടുമാണ്. ഇത് CAA സമരത്തിൻ്റെ അതേ സ്വഭാവത്തിലേക്ക് വരികയല്ലേ? മറ്റൊരു കാശ്മീരാക്കി ബംഗാളിനെ മാറ്റാൻ ബംഗ്ലാദേശിൻ്റെ സഹായത്തോടു കൂടി ഒരു ഹിന്ദു വംശഹത്യയുടെ തുടക്കമല്ല. അതിൻ്റെ തുടക്കമായിട്ടാണ് ഇതിന് വിചാരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പം ഇതിനകത്ത് മമതാ ബാനർജി അടക്കം പറഞ്ഞിട്ടുണ്ട്, ബംഗ്ലാദേശിൽ നിന്നുള്ള കലാപകാരികൾ വന്നു എന്നുള്ള അവർ പറഞ്ഞിട്ടുണ്ട്. അവരാകെ ആരോപണം ഉന്നയിച്ചത് അത് കേന്ദ്ര സർക്കാരും അതേപോലെ തന്നെ BSFും ചേർന്നുകൊണ്ടാണ്. ഏതാണെങ്കിലും അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് കൃത്യമായിട്ട് ബോധ്യം വരും, ഒരിക്കലും അമിത്ഷായോ അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയോ ബംഗ്ലാദേശിൽ നിന്നുള്ള അക്രമകാരികളെ ബംഗാളിൽ കൊണ്ടുവന്നതിൽ താല്പര്യം എടുക്കില്ല. അങ്ങനെ താല്പര്യം എടുത്തവരാരാണ്? ഈ താല്പര്യം എടുത്ത ശേഷം ജ്യോതിബാസുവിന് കാലത്ത് തുടങ്ങിയതാണ്. ഇനി ചരിത്രം അങ്ങനെയാണ്. ജ്യോതിബാസു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്താണ് നിയന്ത്രണമില്ലാതെ കണ്ട് തന്നെ മുസ്ലിങ്ങളെ ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളിലേക്ക് എത്തിച്ച് അവർക്ക് റേഷൻ കാർഡ് കൊടുത്ത് വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർത്തുകൊണ്ട് അവരെ കൊണ്ട് കള്ളവോട്ട് ജയിച്ചിട്ടുള്ള ആളുടെ പേരാണ് ജ്യോതിബാസു എന്ന് പറഞ്ഞാൽ. അതിന് തുടർച്ച തന്നെയായിരുന്നു മമതാ ബാനർജി. കാരണം മമതാ ബാനർജിയും ജ്യോതിബാസുവും തമ്മിൽ ആകെ വ്യത്യാസം രാഷ്ട്രീയത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. സ്വഭാവത്തിൽ രണ്ടുപേരും ഒരേപോലെ തന്നെയാണ്. ജ്യോതിബാസുവിന് മകന്റെ പേരിലായിരുന്നു, ബംഗാൾ ആംസിന്റെ പേരിലായിരുന്നെങ്കിൽ മമതാ ബാനർജിയെ സംബന്ധിച്ച് മരുമകന്റെ പേരിലാണുള്ളത്. ഈ മരുമകന് ഭരണം ഏൽപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് അവർക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ശരിക്ക് ഈ പറയുന്ന വഖഫിന്റെ സമരത്തിന്, ഈ പറയുന്ന കലാപത്തിനെ അവർ എതിർക്കുന്നുവെങ്കിൽ അവർ സത്യസന്ധമായിട്ട് പറയണം വഖഫിന്റെ ഭേദഗതിയാണ് ശരിയെന്ന്. അവര് പറയുന്നില്ലല്ലോ, അതവര് പറയുന്നില്ല. വഖഫിന്റെ ഭേദഗതിയോടുള്ള അവരുടെ സമീപനം എന്താണ്, നിലപാടെന്താണെന്ന് അവർ വ്യക്തമാക്കുന്നില്ല. തിടുക്കപ്പെട്ട നിയമം എന്തിനാണ് പാസ്സാക്കിയെന്നാണ് ചോദിക്കുന്നത്. ഈ തിടുക്കെന്ന് പറയാനായിട്ട് ഈ പറയുന്ന നിയമം വന്നതെന്നാണ്? ആദ്യം വഖഫ് രൂപീകരണം 1954 തിടുക്കുണ്ടായിരുന്നില്ല, 1954 അതിന്റെ ഫസ്റ്റ് അമെന്റ്മെന്റ് 1995 ആരാണ് ഇവിടെ തിടുക്കം കാണിച്ചത്? ലാസ്റ്റ് അമെന്റ്മെന്റ് 2013 വന്നത്. അതിനുശേഷം 12 വർഷം കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള ഭേദഗതിയെ കുറിച്ചിട്ടാണ് തിടുക്കെന്ന് പറയുന്നത്. ഈ തിടുക്കെന്ന് പറയുന്ന സമയത്ത് ഇതിന്റെ കാലാവധി എന്താണ്? ഇതാരാണ് തീരുമാനിക്കേണ്ടത്? ഈ മുസ്ലിങ്ങളുടെ ആണ് ഈ പറയുന്ന വഖഫിന്റെ ഭൂമി തീരുമാനിക്കേണ്ടത് ആരാണ്? ഒരാൾ സ്വയമായിട്ട് കാലത്ത് എന്നിട്ട് പറയാണ്, ഞാൻ എൻ്റെ കയ്യിലുള്ള ഭൂമി മുഴുവൻ ഒരു മുസ്ലിമായിട്ട് ഞാനൊരു ഹിന്ദുവിന് കൊടുത്ത് അതിനുശേഷം ഞാൻ അതിന് വഖഫായിട്ട് പ്രഖ്യാപിക്കുക. പണം ഫറൂഖ് കോളേജ് ഇവിടെ ചെയ്തങ്ങനെയുള്ളോ? ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന കൊള്ളസംഘം, അതിന് ഞാൻ കൊള്ളസംഘം എന്നാ പറയുക. ഫറൂഖ് കോളേജിന്റെ അധികൃതരും കൊള്ളക്കാരാണ് വാസ്തവത്തില്. അവര് ഭൂമി വില കൊടുത്തിട്ടാണ് മുൻപത്തുള്ള ആൾക്ക് 3 സെന്റ് 5 സെന്റ് ഒക്കെ വിറ്റത്. അങ്ങനെ വിറ്റ ഭൂമി പണം വാങ്ങിച്ചു വിറ്റിട്ട് ഒരേ സമയത്ത് ഒരു വഖഫിനും കൂടി എഴുതി കൊടുക്കുകയാണത്. ഇത് എവിടത്തെ നിയമമാണത്? പണം വാങ്ങിച്ച് വിറ്റ ഭൂമി വഖഫിന്. നിങ്ങൾ ഇന്ത്യയിലെ ആരെങ്കിലും മുസ്ലിമിനോട് ഭൂമി വാങ്ങിക്കോ? വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുമോ? നിങ്ങളിപ്പോ ഈ ഇരിക്കുന്ന കെട്ടിടം അതൊക്കെ ഒരു മുസ്ലിമിന്റെ ആണെങ്കിൽ ഈ മുസ്ലിമൻ നിങ്ങൾ വില കൊടുത്ത് വാങ്ങിച്ചാല് ആ ഭൂമിയാണ് വഖഫിന് കൊടുക്കുന്നത്. ഇത് കൊടുക്കാൻ ഇവരാരാ? ഇവര് പണം വാങ്ങിച്ചു കഴിഞ്ഞിരിക്കുന്നു ഫറൂഖ് കോളേജ്. അങ്ങനെ പണം വാങ്ങിച്ച ഭൂമി വഖഫിന് ദാനം കൊടുക്കുന്ന ഒരു പ്രകൃതമാണ് അവർക്കുള്ളത്. ഇതിനെയാണ് എതിർക്കുന്നത്. ഇത് ഭേദഗതി വരുത്തേണ്ടത് അനിവാര്യമാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇന്നലെയൊക്കെ തന്നെ കോടതിയിലേക്ക് തന്നെ ജഡ്ജിമാരൊക്കെ അതിനകത്ത് ഞങ്ങൾ കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ അപ്പുറത്ത് ഭേദഗതി പാടില്ല എന്നൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സാധാരണ ആളുകളുടെ ജീവൽ പ്രശ്നമാണ്. കോടതിയിൽ നമുക്ക് വിശ്വാസമൊക്കെ ഉണ്ടാവും, പക്ഷെ കോടതി പോലും പരിധി വിട്ട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ മുൻപത്തുകാരെ ഇവിടുന്ന് ഏത് കോടതി വിധിയെ അവർ അംഗീകരിക്കുക? അവർ പണം കൊടുത്ത ഭൂമിന്ന് അവർ ഇറങ്ങിപ്പോണോ? സ്വന്തം ഭൂമി ഒരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള റൈറ്റ് ആണ്. ഏറ്റവും മനുഷ്യന്റെ അടിസ്ഥാനപരമായിരിക്കുന്നതാണ് വസ്ത്രവും പാർപ്പിടവും. അതിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന ആവശ്യമാണ്. ഈ പറയുന്ന പാർപ്പിടത്തിന് മേലാണ് കൈവച്ചിരിക്കുന്നത്. ആ പാർപ്പിടം ഒരു പണം കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ്. സർക്കാർ സൗജന്യമായിട്ട് കൊടുത്തിട്ടില്ല. ലക്ഷം വീട് കോളനികളൊന്നും അല്ലല്ലോ അത്. അവര് പണം കൊടുത്ത് വാങ്ങിച്ചിട്ട് ഭൂമിയല്ലേ. ആ ഭൂമിയിൽ നിന്ന് ഏത് കോടതി പറഞ്ഞാലും ഏത് വഖഫ് പറഞ്ഞാലും ഇവിടെ ആരെ ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടി പോകുന്നത്? അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നുന്നത്, ഞാൻ സുപ്രീം കോടതിയോടക്കമുള്ള എൻ്റെ ഒരു അപേക്ഷയുള്ളത്, സുപ്രീം കോടതി അപമാനിക്കുവാനുള്ള സാഹചര്യം സുപ്രീം കോടതി സ്വയം ഉണ്ടാക്കരുത്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുക, എന്നിട്ട് വഖഫിന്റെ സ്റ്റാറ്റസ് കോ നിലനിർത്താൻ വേണ്ടി പറയുക. വേറൊരു കോടതി ഇന്നലെ പറഞ്ഞല്ലോ,
ഏതാണ് നമ്മുടെ ഇതിന്റെ മറ്റേ SFIയുടെ കേസ്, അത് 2 മാസം കൂടി സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. വീണ വിജയന്റെ കേസ്, ഇതെങ്ങനെ കോടതിയൊക്കെ എങ്ങനെ നിശ്ചയിക്കുക? ചില കോടതികളിൽ ചില തിട്ടൂരങ്ങൾ പുറപ്പെടുവിക്കുക, എന്നിട്ട് ആ തിട്ടൂരങ്ങൾ ജനങ്ങള് മുഴുവൻ അനുസരിക്കണം എന്ന് പറയുക, ആ ഒരു വഖഫിനെ കയറി അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുക. ഇവര് മനസ്സിലാക്കേണ്ട വസ്തുത, വഖഫും ദേവസ്വം ബോർഡും ഒരുപോലെയാണോ? അല്ലല്ലോ, രണ്ടാണ്. ഈ ദേവസ്വം ബോർഡിന് പ്രോപ്പർട്ടിയിലല്ല റൈറ്റ് ഉള്ളത്, ക്ഷേത്രങ്ങളിലാണ് റൈറ്റ് ഉള്ളത്. വഖഫിന്റെ റൈറ്റ് ഉള്ളത് പ്രോപ്പർട്ടിയിലാണ്. ഒരു മുസ്ലിം പേഴ്സണൽ ലോ ബോർഡോ അല്ലെങ്കിൽ മുസ്ലിം മറ്റുള്ള സംവിധാനങ്ങളോ അതും വഖഫുമായിട്ട് ബന്ധമില്ല. വഖഫ് എന്ന് പറയുന്നാൽ മുസ്ലിങ്ങളുടെ തീവ്രവാദികളായിരിക്കുന്ന ആളുകളുടെ അവരുടെ പ്രോപ്പർട്ടി സംരക്ഷിക്കുന്നതാണ്, വരേണ്യ വർഗത്തിന്റെ പ്രോപ്പർട്ടി സംരക്ഷിക്കുന്നതാണ്. അത് സാധാരണ മുസ്ലിമിന് അതിനകത്ത് എന്താ പങ്കുള്ളേ? സാധാരണ മുസ്ലിമിന്റെ എവിടെയാണ് ഭൂമിയുള്ളത്? അവന്റെ ഭൂമി അടക്കം ഏറ്റെടുക്കുകയല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്, ഇത് ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്നത് സാധാരണക്കാരായിരിക്കുന്ന മുസ്ലിങ്ങളെയാണ്. സാധാരണക്കാരായിരിക്കുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളുടെ എറണാകുളത്ത് അടക്കം എങ്ങനെ എടുത്തിട്ടുണ്ടപ്പാ? ഈ ഭൂമി വഖഫിന്റെ പേരിൽ ഇവർ ഏറ്റെടുക്കുകയാണ്. ഇവർ ഏറ്റെടുക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന തങ്ങളാദികൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു തങ്ങളിക്കൽ ഹെഗിമണി ഇന്ത്യയിലെമ്പാടുമുണ്ട്. ഈ തങ്ങളിക്കൽ ഹെഗിമണിയുടെ സഹായാർത്ഥമാണ് ഇത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നത്. ഇവര് പണം കൊടുക്കുന്നില്ല, ഇവര് അധ്വാനിക്കുന്നില്ല, ഇവര് ഭൂമിയുടെ ഉടമയാണ്. ഇതൊരു പ്രാകൃതമായുള്ള നിയമമാണ്. ആ പ്രാകൃതമായുള്ള നിയമത്തിന്റെ ഭേദഗതി അനിവാര്യമാണെന്നാണ് ഈ ഭേദഗതി ബില്ല് പറയുന്നത്. ശരിക്കും മുത്തലാഖ് വന്നതുപോലെ, മുത്തലാഖ് വന്നിട്ട് ഇപ്പൊ ഏറ്റവും അതിന്റെ ഗുണഫലം അനുഭവിക്കുന്നത് മുസ്ലിം സ്ത്രീകളാണ്. അവർ രക്ഷ പ്രാപിക്കുകയാണ് ചെയ്യുന്നത് ഈ അനീതിയിൽ നിന്ന്. അതുപോലെ വയനാട്ടിലടക്കം മുനമ്പത്തടക്കമുള്ള മനുഷ്യരുടെ, സാധാരണ വയനാട്ടിൽ മുസ്ലിങ്ങളടക്കമുണ്ട്, മുസ്ലിം കുടുംബങ്ങളിൽപ്പെട്ടവർ വരെയുണ്ട്, അവരുടെ ഭൂമി പോലും സംരക്ഷിക്കാനുള്ള ഒരു നിയമമായിട്ടാണ് വഖഫ് ശരിക്കും മാറുന്നത്. അല്ലെ, അത് വയനാട്ടിൽ മാത്രമല്ല, ഇന്ത്യയിലെമ്പാടുമുള്ള സാധാരണക്കാരായിരിക്കുന്ന മുസ്ലിങ്ങളുടെ ഷിയ വിഭാഗത്തിൽപ്പെട്ട, ഒസാൻ വിഭാഗത്തിൽപ്പെട്ട, പിസ്ലാൻ വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരായിരിക്കുന്ന മുസ്ലിങ്ങളുടെ ഭൂമി മുഴുവൻ ഈ പറയുന്ന വഖഫിന്റെ പേരിൽ സ്വന്തമായിട്ട് വെച്ചിരിക്കുന്നത് മുസ്ലിങ്ങളെ തങ്ങളാദികളായിരിക്കുന്ന ആളുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ തങ്ങളിക്കൽ ഹെഗിമണി എവിടെയാണ് വരുന്നത്? തങ്ങൾ തീരുമാനിക്കുകയാണ്. തങ്ങളാണല്ലോ തീരുമാനിക്കുന്നത് മുസ്ലിങ്ങൾ ഏത് വസ്ത്രം ധരിക്കണം, മുസ്ലിങ്ങൾ സ്റ്റേജിൽ കയറണോ എന്ന് തീരുമാനിക്കുന്ന ഒരു കിഴങ്ങൻ തങ്ങളാ തീരുമാനിക്കുന്നത്. ഇയാളാണ് തീരുമാനിക്കേണ്ടത്. സമസ്തയുടെ ഭരണാധികാരം തങ്ങൾ ഭരിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ തങ്ങളായിരിക്കണം. കുടുംബവാഴ്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇത് കുടുംബം എന്ന് മാത്രമല്ല, ജാതി വാഴ്ചയാണ്. അപ്പൊ ഇത് ജാതിയാണ്. തങ്ങൾ എന്ന് പറയുന്ന ജാതി, ആ ജാതിയുടെ ഭരണമാണ് ലീഗിൽ നടക്കുന്നത്. ഞാൻ അതുകൊണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം ലീഗിനെ നിരോധിക്കേണ്ട പാർട്ടിയാണ്. മുസ്ലിം ലീഗിന് യാതൊരു ജനാധിപത്യവും ഇല്ല. ഇന്നലെ ഒരു വലിയ സമരം നടത്തിയല്ലോ. എന്തിനു വേണ്ടി സമരം നടത്തിയത്? അവർ നടത്തിയിരിക്കുന്ന സമരത്തില് എത്ര പിന്നാക്ക സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട് മുസ്ലിങ്ങളില്? അവരാരെങ്കിലും അതിനകത്തുണ്ടായിരുന്നോ? ഒരു പ്രകടനത്തിലുണ്ടായിരുന്നോ? അത് സമ്മേളനത്തിൽ ഒരു പങ്കെടുപ്പിച്ചിട്ടുണ്ടോ? സാധാരണ കഷ്ടപ്പെടുന്ന, അധ്വാനിക്കുന്ന, ഭാരം ചുമക്കുന്ന പിന്നാക്ക സമുദായത്തിൽപ്പെട്ട മുസ്ലിങ്ങളെ ലീഗിൽ അംഗത്വം കൊടുക്കില്ലപ്പാ. അതിൽ അംഗത്വം എടുക്കുന്ന മുഴുവൻ വരേണ്യവർഗത്തിൽപ്പെട്ട മുസ്ലിമിനാണ്. അതിന്റെ പ്രസിഡന്റിന് ജാതിയുണ്ട്. ആ മുസ്ലിങ്ങള് ഹിന്ദുക്കളുടെ ബ്രാഹ്മണന്റെ അതേ സ്ഥാനമുള്ള തങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് അതിന്റെ അധ്യക്ഷൻ. അതിന്റെ ജനറൽ സെക്രട്ടറിമാരെ കോയ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവര് നിയമിക്കുന്ന കോടതിയിലേക്ക് പോകുന്ന ആളുകളുണ്ടല്ലോ, അവരാരാണ്? നമ്മുടെ ഹൈക്കോടതി ജഡ്ജിമാരാരാണ്? ഏറെ പേരും റാവുത്തരിമാരല്ലേ. എന്താ കാരണം? ഹിന്ദുക്കളില് ഏത് തരത്തിലാണോ തമിഴ് ബ്രാഹ്മണന് സ്ഥാനമുള്ളത്, ആ സ്ഥാനമാണ് റാവുത്തർക്കുള്ളത്. അവര് തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ്. അവർക്ക് സ്ഥാനം കൊടുക്കുന്ന തനി ജാതി കോമരങ്ങളുടെ ഒരു കൂടിച്ചേരലാണ് ഇന്നത്തെ ഇസ്ലാമിക തീവ്രവാദം. അതിന് അംഗീകരിക്കാൻ സാധ്യമല്ല. ഇതിൽ സാധാരണ മുസ്ലിമിന് അവന് പങ്കില്ല, അവന് ജീവിക്കാൻ നിവൃത്തിയില്ല. അവന് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള മുത്തലാഖ് വന്ന സമയത്ത് അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായിരുന്നു സാധാരണ മുസ്ലിം സ്ത്രീയാണ്. കാരണം ഒരു പുരുഷൻ 4ഉം 5ഉം പെണ്ണ് കെട്ടിയിട്ട് ടെലിഫോണിൽ കൂടി തലാഖ് 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 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പെണ്ണുങ്ങളെ ഒഴിപ്പിക്കുന്ന പോലെയുള്ള സൂത്രപ്പണി, ആ സൂത്രപ്പണിക്കാണ് മുത്തലാഖിന്റെ നിരോധനത്തിലൂടെ ഇവിടെ അതിന് കയ്യാമം വെച്ചത്. അതുപോലെ തന്നെയായിരുന്നു CAA-യുടെ പൗരത്വ ഭേദഗതി നിയമം വന്നത്. അതേപോലെ തന്നെയാണ് വഖഫിന്റെ നിയമം. ഈ വഖഫ് എന്ന് പറയുന്നത് കൊള്ളക്കാരുടെ പ്രസ്ഥാനമാണ്, ഒരു കൊള്ള സംഘമാണ്. അത് മുസ്ലിം വിരുദ്ധമാണ്, ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയാണത്. അത് വരേണ്യവർഗത്തിന്റെ പ്രസ്ഥാനമാണ് വഖഫ്. ആ വഖഫിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മമതാ ബാനർജി അടക്കമുള്ള ആളുകളുടെ പരോക്ഷമായിട്ടുള്ള പിന്തുണയില് അവിടെ മുസാഫിർപൂരിലെ മുസ്ലിങ്ങൾ സമരത്തിൽ ഇറങ്ങിയത്. നമുക്കറിയാം, കേരളത്തിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാണ്?
കേരളത്തിൽ നിങ്ങൾ വന്നിരിക്കുന്ന ബംഗാളിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകൾ മുഴുവൻ എടുത്തു നോക്ക്. എല്ലാവരും വീട് എവിടെയാണ്? ബംഗാളില്. ബംഗാൾ എവിടെയാണ്? മുസാഫർപൂരിൽ എവിടെന്നാ വന്നത്? ബംഗ്ലാദേശിൽ നിന്ന്. എറണാകുളം ജില്ലയിൽ മാത്രം താമസിക്കുന്നത് 2 ലക്ഷത്തിൽ പരം വരുന്ന ആളുകൾ ഇവർ താമസിക്കുന്നത്. എന്താ കേരള ഗവൺമെന്റ് വല്ല കണക്കുണ്ടോ? എന്റെ ഒരു കണക്കുമില്ലല്ലോ. അവർക്ക് കണക്കുകളില്ല. അവർ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവരെവിടെ താമസിക്കുന്നു, ആരെങ്കിലും അവർ കാർഡില്ല. അവർക്ക് ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലെ ചില ആളുകളാണ്. ഈ തരം ചില പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് സമരം സംഘടിപ്പിക്കുന്നു. മുസാഫർപൂരിനെ നേരത്തെ പറഞ്ഞ മാതിരി ബംഗാളിനെ കാശ്മീരാക്കാൻ ശ്രമിക്കുന്നതൊക്കെ കൊള്ളാം. അത് കോൺഗ്രസ്സുകാരൻ ഭരിക്കുന്ന സമയത്ത് നടക്കുള്ളൂ. ഇന്ന് ഭരിക്കുന്നത് നേരത്തെ സി ദിവാരം പറഞ്ഞ മാതിരിയാണ്. ഡൽഹി ഭരിക്കുന്ന ആണുങ്ങളാണ്. നല്ല അടി കിട്ടും. അപ്പൊ അമിത്ഷാ പറഞ്ഞല്ലോ, ഒന്ന് നോക്കൊന്ന് തെരുവിലിറങ്ങി നോക്ക്. ആ തെരുവിലിറങ്ങി നോക്കിയിട്ടുണ്ടെങ്കിൽ ശക്തമായിട്ട് നേരിടാൻ വേണ്ടി സാധിക്കുന്നവരാണ് കേന്ദ്രം ഭരിക്കുന്ന ആളുകൾ. അവരത് ശക്തമായിട്ട് നേരിടുക തന്നെയും. ഈ പറയുന്ന സമരം, അക്രമാസക്തമായുള്ള സമരം, ആ സമരത്തിന് അതിനെ അർഹിക്കുന്ന രീതിയിൽ, അതിന് ശക്തമായ രീതിയിൽ നേരിടാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറാവും. ഈ പറയുന്ന വഖഫ് ഭേദഗതി നിയമം ഇന്ത്യയിൽ പ്രവൃത്തിപഥത്തിൽ എത്തിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എന്നെ സംബന്ധിച്ചില്ല.